ഫസ്റ്റ് പ്രചോദേട്ടാ, ടൂറിസം വകുപ്പ് മന്ത്രിനെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം അദ്ദേഹത്തിന് പറയാനുള്ളത്. അങ്ങനെ മലയാള സിനിമയിൽ നമുക്ക് ടൂറിസം വകുപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തിയെ യൂത്തിലുള്ളൂ, പ്രണവ് മോഹൻലാൽ. അപ്പൊ അതെങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. പ്രജോട്ടാ, മോശം വിചാരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ആകെ മൊത്തം 365 ദിവസം നമുക്കൊരു വർഷത്തിലുണ്ടാവും. അതിൽ 265 ദിവസം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ ഹോളിഡേയ്സ് ആയിരിക്കും. ആ ഓരോ ഹോളിഡേയ്സിലും ഓരോ മലയാളികൾ ടൂറിസത്തിനായി ചെലവഴിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഏകദേശം ഒരു ആനുവൽ ഇയറിൽ 100 കോടിന് മുകളിലായിരിക്കും. ആ പൈസ ഉണ്ടെങ്കിൽ എനിക്കും ദർശനയ്ക്ക് ഒരുമിച്ച് ചന്ദ്രനിൽ പോകാൻ പറ്റില്ല. ഇതായിരിക്കും പ്രണവിന്റെ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്. അടുത്ത വകുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ആൻഡ് സപ്ലൈസ് ആണ്. അപ്പോൾ അത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏർപ്പാടാക്കിയിരിക്കുന്നത് റിയാസ് ഖാൻ. അപ്പോൾ അദ്ദേഹത്തിന് എന്തായിരിക്കും പറയാനുള്ളത് നോക്കാം. Yeah, I'm very happy to receive this wonderful ministry post here. സത്യം പറഞ്ഞാൽ ഒരുപാട് റെവല്യൂഷണറി ആയിട്ടുള്ള ചേഞ്ചസ് വരുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഹെൽത്ത് ഈസ് വെൽത്ത്, റൈറ്റ് അല്ലേ നസീർക്ക? ഹെൽത്ത് ഈസ് വെൽത്ത്. ഏതൊരു മനുഷ്യനും ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ശക്തമായ ഒരു തലമുറ മുന്നോട്ട് വരികയുള്ളൂ. അത്തരത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇനി മുതൽ എല്ലാ റേഷൻ കടകളിലും നമ്മൾ അരിയും മറ്റ് സാമഗ്രികളുടെ കൂടെ വേ പ്രോട്ടീൻസ് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സപ്ലൈകോ വഴി ഐ എം ഗോയിങ് ടു ഗീവ് BCAAs, ക്രിയാറ്റിൻസ് എറ്റ്സെട്ര. കാരണം നമുക്കൊരു ശക്തമായ ഒരു യുവജനം നമുക്ക് സൃഷ്ടിച്ചെടുക്കണം. എല്ലാവരും അടിച്ചു കയറി വരട്ടെ. ഇതായിരിക്കും റിയാസ് ഖാൻ പറയാനുണ്ടാവുക. യുവജനക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആസിഫ് അലിയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം യുവജനക്ഷേമ ബോർഡിനെയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഞാൻ നോക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് 30 വയസ്സ് കഴിഞ്ഞ ആളുകളെ അങ്കിൾ എന്ന് വിളിക്കുന്നതാണ്. അതിനുള്ളൊരു പരിഹാരം എൻ്റെ നേതൃത്വത്തിലുള്ള ടീം നടത്തുമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. കാരണം ഇപ്പം ജീവയ്ക്കറിയാം, 40-40 വയസ്സായിട്ടും ജീവ ഇപ്പോഴും ഒരു യൂത്തായിട്ട് നിൽക്കുന്നു. കഴിഞ്ഞ ഒരു 25 വർഷമായിട്ട് പ്രചോദേട്ട് 35 വയസ്സേ ആയിട്ടുള്ളൂ. ശരിയല്ലേ ജീവ? അതുപോലെ നസീർക്ക, എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യത്തെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇനി മുതൽ 50 വയസ്സാകുന്നത് വരെ എല്ലാവരും യുവജനമാകുമെന്ന് ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചു. ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യാൻ മലയാള സിനിമയിൽ ഒരേ ഒരാളുള്ളൂ. പ്രചോട്ടാ, ഗസിയാവോ? ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഞാൻ പറയാം, ഉണ്ണി മൂന്തൻ. ചേച്ചി പറഞ്ഞു. ഓക്കെ. സ്വാമിയെ ശരണം, അയ്യപ്പ ശരണം. എല്ലാവരുടെയും പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ഉത്സവങ്ങളും കൃത്യമായി നടത്തപ്പെടുമെന്ന് ഈ അവസരത്തിൽ ഞാൻ അറിയിച്ചുകൊള്ളുകയാണ്. അതിലൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഉത്സവങ്ങളിൽ അലമ്പുണ്ടാക്കുന്ന ജനങ്ങളെ കൈകാര്യം ചെയ്യാൻ എൻ്റെ നേതൃത്വത്തിലുള്ള കുറച്ച് ജിമ്മന്മാരുടെ അസോസിയേഷൻ ഇനി മുതൽ കേരളത്തിലുണ്ടാവും. അതുമാത്രമല്ല, തൃശ്ശൂർ പൂരം എല്ലാ ജില്ലയിലും നടത്താനുള്ള ഏർപ്പാടുകൾ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അതുകൂടാതെ 2-3 കാര്യങ്ങൾ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി മുതൽ മകരവിളക്ക് കൃത്യമായി മകരമാസത്തിലും, ചോറ്റാനിക്കര മകൻതൊഴിൽ കൃത്യമായി കുംഭമാസത്തിലും, വൃശ്ചിക മാസത്തിൽ വൈക്കത്തഷ്ടമിയും ഗുരുവായൂർ ഏകാദശിയും നടത്തുമെന്ന് ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുകയാണ്. ശക്തമായ ഒരു വിശ്വാസമുള്ള ജനതയെ ഉറവാക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലക്ഷ്യം. നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണം. വയനാട്ടിൽ നിന്നും മത്സരിച്ച് ജയിച്ചു വന്ന ഒരു വ്യക്തിയാണ് വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അത് ബേസിൽ ജോസഫാണ്. നസീർക്ക, അപ്പം പുള്ളിക്ക് പറയാനുള്ളത്, വയനാട്ടിൽ ജനിച്ച് എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇത്രയും കണ്ട ഞാൻ കൂടുതലും മനുഷ്യന്മാരെക്കാൾ കൂടുതലും മൃഗങ്ങളുമായിട്ടാണ് അടുത്തിടപഴകി ജീവിക്കുന്നത്. ധ്യാനിൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കാട്ടിൽ സിംഹത്തിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ എന്തിനാണ് കാട്ടിലെ രാജാവായിട്ട് സിംഹത്തിനെ വെച്ചേക്കുന്നത്? ഞാൻ കേരളത്തിലെ കാര്യത്തെ പറ്റി പറഞ്ഞത്. ഇന്ന് മുതൽ കേരളത്തിലെ കാട്ടിലെ രാജാവായിട്ട് ആനയെ പ്രഖ്യാപിക്കും. അതുപോലെ കാട്ടാനയും കാട്ടുപോത്തിനെയും കരടീനെയും കടുവേനെയും സ്പെഷ്യൽ റെപ്യൂട്ടേഷൻ കൊടുക്കും. ഈ വിവരം എല്ലാ കാടുകളിലേക്കും എത്തിക്കാൻ ഞാൻ എല്ലാ കുരങ്ങന്മാർക്കും സ്പെഷ്യൽ റിക്വസ്റ്റിംഗ് ഓർഡറും കൊടുത്തു വിട്ടിട്ടുണ്ട്. പോരെ, ഇനി പല മാറ്റങ്ങൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. പോരെ.